ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനായി എത്തുന്ന തളപതി വിജയ് നായകനാകുന്ന ജനനായകന്റെ ട്രെയിലറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ എന്നെ പോലെ തന്നെ ഇവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ട്രെയിലർ കറക്റ്റ് ടൈമിൽ തന്നെ ക്യാബിൻ പ്രൊഡക്ഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഏതാണ് തളപതിയെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിലാണ്. ആൻഡ് എല്ലാ തളപതി ഫാൻസിനും ഇതൊരു ട്രീറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയണ്ട, ട്രെയിലർ കാണാൻ ഗൈസ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ജനനായകൻ ഒഫീഷ്യൽ ട്രെയിലർ ക്ലിക്ക് ചെയ്യാം. ഓഹോ, தளபதி வெற்றி கொண்டன் டிவிக்கு சம்பவம் பண்றவனு கேள்விப்பட்டிருப்பேன். சம்பவம் பண்றவன் ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? ஸ்லைஸ் போட்டுவாப்ல തളപതി വിജയ് ഗൈസ്. ഓ മൈ ഗാഡ്, എനിക്ക് തോന്നുന്നു എച്ച് വിനോദിന്റെ ഒരു കിട്ടില്ലെന്ന സാധനം തന്നെയാണ് വരാൻ പോകുന്നത്. തളപതി അത്രയും സ്വാഗും കാര്യങ്ങളിലായിട്ടും ആൻഡ് ബിൽഡപ്പും മാസിലൊക്കെ ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് ലുക്ക് വേറെ ലെവൽ ലുക്ക്, നന്നായിട്ട് തന്നെ ആ ലുക്ക് ഉണ്ട് അല്ലേ. കാണാൻ ഒരു ആ ഒരു കരിഷ്മയായിട്ടും കാര്യം ആ ബിൽഡപ്പ് സാർ. சாதாரண தான் பேபி. சம்பவம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்க கூடாது சார். விஜய புலி மாதிரி வளர்க்கும். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடணும். என் பொண்ணை தொட சொன்னவன் யாரு? എനിക്ക് തോന്നുന്ന മമിതാക്ക് തളപതി വിജയന്റെ ഓള ഒരു നല്ലൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാവും. കാരണം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് സീനുണ്ട്. അനിയത്തി ആയിരിക്കും, ഇനിയിപ്പം മകളായിരിക്കുമോ, ഇതൊക്കെ കണ്ടറിയണം. ഒരു നല്ലൊരു ഒരു സീൻ തന്നെ ഉണ്ടായി. കാരണം ഒരുപാട് അടുത്തുള്ള പഴകുന്ന കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലൻസ് കേട്ടാ. 30வது நாள் இந்தியா என் காலடியில் வந்த விழும். என்ன பிளான்? ഓയം அழிவு. Unbelievable. எனக்கு நார்மலாம் வேண்டாம். பாரு என் கை எப்படி நடக்குதுன்னு. அனி மியூசிக். இதுக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். ഗൈസ്, സംതിങ് വലുതായിട്ട് എന്തോ ഉണ്ട്. നേരത്തെ അറിഞ്ഞിട്ടുണ്ടായി നമ്മൾ സയന്റിസ്റ്റ് പരിപാടി, അങ്ങനെ എന്തോ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിലും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. സയന്റിസ്റ്റ്, ആർമി ആൻഡ് വില്ലൻ, ഒരു തീ വില്ലനായിട്ട് വരുന്നുണ്ട് ബോബി ഡിയോള് ആൻഡ് OG OM, അങ്ങനെ ഒരു പരിപാടി. ആ ഒരു എന്താ പറയുക, റെഡ് കോട്ട്, അങ്ങനെ നമ്മൾ ഒരു പരിപാടി പറയൂലേ, ഇതാണ് ആ മിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് തളപതി നല്ല സ്വാഗായിട്ട് ഭയങ്കര ലുക്കിലുണ്ട്. நல்லது பண்றேன்னு இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிடு. மொத்த ஐயோக்கியனுங்களும் ஒன்னா நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. தளபதி கச்சேரி. அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல திரும்பி போற ஐடியாவே இல்ல. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்குறானா? പൊളിറ്റിക്സ് ഉണ്ട്. ലെറ്റ്സ് റൈസ് ടുഗദർ. ഗായ്സ്, അപ്പോൾ വൺ ലാസ്റ്റ് ട്രെയിലർ നമ്മൾ കണ്ടു. ട്രെയിലർ പിന്നെ പെടലെടുത്ത് വെച്ചിട്ടുണ്ട്. വൺ ലാസ്റ്റ് ട്രെയിലർ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാരക്ടറൈസ് ആയിട്ട് വരുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ട് വരുന്നുണ്ട് തളപതി വിജയ്, നാഷണലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ഗാങ്സ്റ്റർ ആയിട്ട് വരുന്നുണ്ട്,
ഹീറോ മെറ്റീരിയൽ എല്ലാത്തുമായിട്ട് വരുന്നുണ്ട്. ആരായിരിക്കും തളപതി വിജയ് എന്നുള്ളതിൽ ആകാംക്ഷയുണ്ട്. മൊത്തത്തിൽ പിന്നെ അനിരുദ്ധ് രാവണം അവണ്ട കത്തിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. കുറച്ച് ഹെവി ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് സിനിമയിൽ. അത് കുറേ നാളിന് ശേഷം ആ ഒരു ട്രെയിലറിൽ ആ തളപതി ഒന്ന് കണ്ടപ്പോൾ ആ ഒരു എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അതായത് ആ രാവണ മൗണ്ട് നിങ്ങൾക്ക് ട്രെയിലറിൽ കാണുമ്പോൾ രാവണ മൗണ്ട് ആ രക്തം ഇങ്ങനെ നക്കിയിട്ട് വരുന്ന അതുപോലത്തെ ഒരു സീന് പ്യുവർ ഗ്യൂസ് ബംസ് ആയിരുന്നു. അതിൽ വേറെ സംശയമൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ വില്ലനും കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. വില്ലന് നല്ല BGM ഉണ്ട്, ആൻഡ് വോയിസ് ഓവർ നല്ലൊരു ഡബ്ബിംഗ് ആണ്. പിന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഈ സയൻറ്റിസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആ റോബോട്ടിക് ഫൈറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ചുണ്ട്. എനിക്ക് തോന്നുന്നു മമിതയ്ക്ക് ഇതിൽ നല്ല റോള് തന്നെ ആയിരിക്കും. മമിതയ്ക്ക് അതിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു മകൾ. ഗൈസ്, അപ്പം പടം വേറെ കൊളുത്തു എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രെയിലർ. കാരണം നിങ്ങൾ അവിടത്തെ സീൻ ഇവിടെ ഉണ്ട്, ഇവിടത്തെ സീൻ അവിടെ ഉണ്ട്, അതിൻ്റെ റീമേക്കാണ്, ഇതിൻ്റെ റീമേക്കാണ്. അതൊന്നും എൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ കുറയ്ക്കാൻ പോകുന്നില്ല. അങ്ങനെ പോയി കാണണം, എൻജോയ് ചെയ്യണം, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ഞാൻ അതിൽ പുള്ളിയെ എച്ച് വിനോദിനോട് പറയാനുള്ള പുള്ളിയെ കാണിച്ചിരിക്കുന്ന ആ ഒരു ചാമൻ കരിഷ്മ, പുള്ളിയെ നന്നായിട്ട് നല്ല ലുക്കായിട്ട് കാണിച്ചിട്ടുണ്ട് വിജയനെ. പിന്നെ സിനിമയിൽ ഒരുപാട് എന്താ പറയുക, പൊളിറ്റീഷ്യനായിട്ട് വരുന്നുണ്ട്, ആർമി ആയിട്ട് വരുന്നുണ്ട്, ഗാങ്സ്റ്ററായിട്ട് വരുന്നുണ്ട്. സൂപ്പർ എന്ന് വെച്ചാൽ ഒരു റിയൽ തിയേറ്റർ ബ്ലാസ്റ്റ് മൊമെൻറ്റുകളായിരിക്കും സിനിമയിൽ ഉടനീളം കിട്ടാൻ പോകുന്ന. വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ആ തുടക്കത്തിൽ തളപതി വരുന്ന ഇൻട്രോയൊക്കെ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു വില്ലനെ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് എനിക്ക് ആലോചിക്കുന്നത്, ഒരു നല്ലൊരു വില്ലൻ സിനിമയിൽ വന്നിട്ടുണ്ട്. ബോബി ഡിയോളിനെ കാണിച്ച ആ ഒരു ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഒരു നല്ല വില്ലൻ വരുവാണെന്നാണ് തോന്നുന്നത്. കുറേ നാളായിട്ട് തളപതി വിജയ്ക്ക് മിസ്സാവുന്നു അതാണ്. അതായത് ഒരു നല്ലൊരു അൻ്റഗോണിസ്റ്റ് ഇല്ല. ആ പടങ്ങളിലും വിജയ് എളുപ്പത്തിൽ ജയിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ പടത്തിൽ അത് ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നു. നല്ലൊരു വില്ലനെ കിട്ടുമെന്ന് തോന്നണം കണ്ടിട്ട്. ബോബി ഡിയോൾ ഒരു നല്ലൊരു ഒപ്പോണൻ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഐ ആം കമ്മിങ്, എത്തവണ ഐ ആം വെയിറ്റിംഗ് ഒന്നുമില്ല. ഐ ആം കമ്മിങ് 2026 ഐ ആം വെയിറ്റിംഗ് ഒന്നുമില്ല, ഐ ആം കമ്മിങ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ ഇതിൽ പൊളിറ്റിക്കലി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ വന്നിട്ട് നല്ലത് ചെയ്യാതെ, മക്കൾക്ക് നല്ലത് ചെയ്യാതെ കെട്ടത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്. മൊത്തത്തിൽ ഈ ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഉള്ളത് പറയുമെങ്കിൽ തളപതിയെ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. തളപതിയുടെ ലുക്ക്, ഡ്രസ്സിങ്, ചാമ്, മാസ്, ആ രാവണം അവണ്ട നക്ക് അതെന്താ എന്നിട്ട് തോക്കിട്ട് വെടി. കുറച്ച് ഹെവി ആക്ഷൻ സീക്വൻസ് ഒക്കെ പടത്തിലുണ്ട്, അടിച്ച് തൂഫാനാക്കിയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ എച്ച് വിനോദ് പറഞ്ഞില്ല, ഇത് റീമേക്ക് മാതിരി ഇരിക്കുന്നത് അല്ലെങ്കിൽ അതുമാതിരി ഇരിക്കുന്നത് ഇടയിൽ പൂന്തടിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് തളപതി പടം നിങ്ങൾ കണ്ട സാധനങ്ങളും ഇൻസ്പിറേഷൻ സീൻസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാം പടം വേറെ ലെവലായിരിക്കും. അതിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. അതുപോലെ തളപതി ആ തുടക്കം തന്നെ ആ ഇൻട്രോനെ നീ പിന്നെയും അവനെ നീ തൊടണ്ട, അവൻ അരിഞ്ഞു കളയുന്നില്ല. എന്നിട്ട് ഒരു ആനയുടെ ആ ഒരു ബ്രഹ്മാണ്ടത്തിൽ ഇങ്ങനെ വരുന്ന പോലത്തെ ആ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവലായിട്ട് ട്രെയിലർ നന്ദിനുണ്ട്. അപ്പം കൺഫേമായിട്ട് പടം ജനുവരി 9 റിലീസാകും. വേറെ ലെവലായിട്ട് നമ്മൾ പൊളിക്കാൻ പോയാണ്. അവ രാവണം വണ്ട ഒത്തയില നിക്കറയ്യ വണ്ട ഉലകാണ്ട വണ്ട. ഇതിൽ മമ്മിതയ്ക്ക് നല്ലൊരു സ്ക്രീൻ പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിനിമയിൽ. അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം ആ ട്രെയിലർ കണ്ട് അങ്ങനെയാണ് തോന്നുന്നത്. തളപതിക്ക് ഇങ്ങനെ നല്ല കിട്ടില്ല റോളെല്ലാം ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഇടിയൊക്കെ ഇടിച്ച് തൂഫാനാക്കുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല സീൻസിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടുപോകാം ഗൈസ്. അപ്പോൾ ഇനിയും ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബൈ ബൈ ഗൈസ്.